വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ അന്ന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം ആയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാം. എല്ലാവരും ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ എന്താണ് ഗിഫ്റ്റ് ഒന്നും തുറക്കാൻ അത് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അപ്പം വീഡിയോ കൂടി എടുത്ത് എല്ലാവരും ചോദിച്ചു എന്താ സമയമില്ല, വീട്ടിൽ പണിയായിരുന്നു. വീട്ടിൽ പനിയില്ല, വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ശരിയല്ലെങ്കിൽ പിള്ളേച്ചൊക്കെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലോട്ട് നമുക്ക് പോകാം. ഇപ്പൊ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഞാനെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചാൽ വേണ്ടി മാത്രം മതി. ഒരു സർപ്രൈസ്. ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. എനിക്ക് എന്നെ വരച്ച് കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെനിക്ക് എൻ്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ പിന്നെ പപ്പയുടെ അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഗിഫ്റ്റ് ഈ പ്രാവശ്യം ഒന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ആഗ്രഹം മൂത്ത് എനിക്ക് ബെല്ലേനെ തന്നായിരുന്നു. ബെല്ല് ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ വരച്ച് കിട്ടണമെന്ന്. അപ്പം അതേപോലെ തന്നെ എന്നെ വരച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. പക്ഷെ നീ ഗിഫ്റ്റ് പറഞ്ഞായിരുന്നെങ്കിൽ പപ്പ വല്ല ചിങ്കണീനെ കൊണ്ടുവന്നേനെ. അതുകൊണ്ടാണ് അല്ല, പപ്പ ഇരുന്ന് ലാപ്ടോപ്പിന്റെ കാര്യം പറയണ്ടായിരുന്നു, പിന്നെ മോതിരം മേടിച്ചത്, അങ്ങനെ പലതും പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വല്ല കിളിയിലാ മുതലയിലൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ലാസ്റ്റ് ഉള്ള ഓപ്ഷൻ ഇതാണ്. പിന്നെ എനിക്ക് ഇത് ഓർഡർ ചെയ്ത് തന്നു, മീൻസ് വരച്ച് തന്നു. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് തന്നത് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. ചേച്ചി ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എനിക്ക് ആരാന്ന് പോലും എനിക്ക് അറിയാൻ മേല. അപ്പൊ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേച്ചിക്ക് താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. എന്നെ പോലെ തന്നെ ഇല്ലേ. അപ്പൊ ഇത് തരുമ്പോ ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ രാവിലെ ഞാൻ എന്റെ ബർത്ത്ഡേ അന്ന് രാവിലെ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പൊ എന്തായാലും ആ വീഡിയോ ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, എനിക്കിത് തരുമ്പോ ഉള്ള. അപ്പൊ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ. എന്താ നോക്ക്, പപ്പ ഞാൻ തന്നെ അങ്ങനെ ഗൈസ്, നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സാണ്. ഇത് നമ്മുടെ ജിൻസി ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു, പിന്നെ ഞാൻ അതേപോലെ എൻ്റെ മടക്കി വെച്ചതാണ്. അപ്പോൾ ജിൻസി ആൻറ്റി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു തന്നാൽ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്കില്ല. ഇതാണെങ്കിൽ നമുക്ക് എനിക്ക് കാണിക്കണം വേണ്ടല്ലോ. ഇത് നമ്മൾക്ക് ഇത് ബാക്കായിട്ട് ഇടാം, ഫ്രണ്ടായിട്ട് ഇടാം. അതേപോലെ ഇതും നമുക്ക് ബാക്കായിട്ട് ഇടാം, ഫ്രണ്ടായിട്ട് ഇടാം. നമ്മുടെ മുട്ടിൻ്റെ അത്രയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ജിൻസി ആൻറ്റിയും അങ്കയും ജുവാനക്കുഞ്ഞും കൂടി ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാനൊന്ന് ഇട്ടൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ കറക്റ്റ് എനിക്ക് പാകമാണ്. അപ്പം ജിൻസി ആൻറ്റിക്കും അങ്കക്കും ജുവാനക്കും ഒരുപാട് താങ്ക് യു. അങ്ങനെ ഗൈസ്, നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അന്ന ചേച്ചി തന്ന ഗിഫ്റ്റാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അന്ന ചേച്ചി ആരാണെന്ന്. ഞാൻ ആ വീഡിയോൻ്റെ അകത്ത് ഒരു 100 പ്രാവശ്യം അന്ന ചേച്ചി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് തന്നെയാണ്. ഈ പ്രാവശ്യം ഞാൻ ഡ്രസ്സ് ഇട്ട് ഞാൻ മരിക്കും കുറേ. ഇതാണ് നമ്മുടെ ഞാനിപ്പോഴാട്ടാ കാണുന്നത്. ഇതാണ് നമ്മുടെ അന്ന ചേച്ചി മേടിച്ച ഡ്രസ്സ്. ഫേവറേറ്റ് ബെല്ലേന്ന് നിന്നെ ബെല്ലാക്കി. കറക്റ്റ് നമ്മുടെ ബെല്ലയുടെ പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അറിഞ്ഞാണ്ടാണോ മേടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതേ നമ്മുടെ ബെല്ലയുടെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഇല്ലാത്ത കളർ കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടീഷർട്ട് തന്നെ. നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് എടുക്കാം. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിൻഡ ചേച്ചി, അതേപോലെ റിജോ അങ്കിൾ, ഫിജോ അങ്കിൾ, റീത്ത മാൻറ്റി, ജോയ് അങ്കിൾ, റൂഹ, റൂത്ത്, ഇവരെല്ലാവരും കൂടി എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. ഒരു ടോപ്പാണ്. അപ്പം എന്നോട് ലിൻഡ ചേച്ചി ഇത് തന്ന അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടേ പറയണതാണ്
എന്താണ് തുറന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാം, ബില്ലൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കില്ലാത്തൊരു കളറാണ്, വൈറ്റ് എനിക്കില്ല. അപ്പോൾ ഒരു വൈറ്റ് ഒരു ടോപ്പാണ്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അവരെല്ലാവരും കൂടി ഗിഫ്റ്റ് ചെയ്ത ഒരു ടോപ്പാണ്. നമ്മുടെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജു ചേച്ചിയും രഞ്ജു ചേച്ചിയൊക്കെ കൂടി ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സരജ ചേച്ചി ഇതേപോലെ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം, എന്താണ് അങ്ങനെ കുറേ പറഞ്ഞ് മെസ്സേജ് ഇട്ട്. പക്ഷെ ഞാനപ്പോൾ തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അത് നമുക്ക് ഇനി തുറന്ന് നോക്കാം. ഇതൊരു ടോപ്പാണ്. നോക്കട്ടെ, ഞാൻ കണ്ടിട്ടില്ല, ക്യൂരിയോസിറ്റി. ഒരു ഫ്രണ്ട് അതിൽ മുഴുവൻ അതിൻ്റെ മുഴുവനുണ്ട്. ക്രോപ്പ് ടോപ്പ്, ഒരു ബാഗി ക്രോപ്പ് ടോപ്പാണ്. ഇതൊക്കെ ഇട്ട് നമ്മുടെ ഫോട്ടോയൊക്കെ ഇനി ഫുൾ ഫോട്ടോ ആണെങ്കിൽ പോലും വീഡിയോ ആണെങ്കിൽ പോലും നിറച്ചിഞ്ഞ് വന്നതായിരിക്കും. ഇതേ നമ്മളൊരു ബാഗി ക്രോപ്പ് ടോപ്പാണ്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇല്ലാത്തൊരു സാധനമാട്ടെ ഈ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ മേടിക്കണം എന്ന് വെച്ചാൽ, പക്ഷേ ഞാനിങ്ങനെ ഓരോ സ്റ്റൈൽ ഇങ്ങനെ ട്രൈ ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മേടിച്ച് തന്നാൽ നമ്മുടെ സരിത ചേച്ചിക്കും രഞ്ജു ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കില്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഗിഫ്റ്റ്. നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഋത എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അവള് സ്കൂള് മാറിപ്പോയി, എന്നാലും അവൾ എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് എനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ മേടിച്ച് രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് തന്ന്. അപ്പോൾ ഋതാന ആരും കണ്ടിട്ടുണ്ടെന്നുണ്ടായാലും, എന്നാലും ഞാൻ കാണിച്ചു തരാം. അവൾക്കിതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസ് ആയിരിക്കും ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഋത, കാണുന്നുണ്ടോ? അതേ എൻ്റെ കൂട്ടത്തിൽ നിൽക്കണതാണ് ഋത. അപ്പം ഇവള് എൻ്റെ ബർത്ത്ഡേ ഓർത്തിട്ട് എനിക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റ് മേടിച്ചു തന്നാണ്. അപ്പം എന്നോട് ചോദിച്ചു പൊട്ടിച്ച അന്ന ചേച്ചിന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവള് എനിക്ക് എഴുതിയേക്കുന്നത് അവള് സ്കൂള് മാറിപ്പോയെന്ന് വെച്ചാൽ അവള് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നെന്ന് വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവളിപ്പം സെവൻത്തിലാണ് അവളിപ്പം സ്കൂളിൽ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ അന്ന ചേച്ചി ആൻഡ് ഐ വിൽ മിസ് യു ആൻഡ് ഐ ലവ് യു ടു. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് ഋതാൻ്റെ ഉമ്മി, അതേപോലെ അവളുടെ ഒരു അനിയത്തിയുണ്ട് ഹെസാന്ന് പറഞ്ഞിട്ട്. അവളുടെ ഫോട്ടോ എൻ്റെ കയ്യില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും കൂടിയാണ് എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പോയത്. അപ്പം എന്തായാലും ഞാൻ പൊട്ടിക്കട്ടെ. ഞാനിതെന്നെ എന്താണെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അവനോട് എന്തോ ഒരു സാധനം പൊട്ടുമെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ ശരി ഫ്രോക്ക്. ദൈവമേ, എവിടെ കൊറേ ചിറകും ഇതൊക്കെ ഉണ്ടല്ലോ ദൈവമേ. അയ്യോ, എന്തായാലും ഇതേപോലത്തെ ഒരു ഫ്രോക്കാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കുന്നത്. കുറെ ഞാൻ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു ഉണ്ട്. ഒരു ഗ്രീൻ കളർ എനിക്കില്ലാത്ത കളറാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ആ സാധനങ്ങൾ എനിക്ക് അലർജിയാണ്, എന്നാലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയോ ഇത് കമ്മല് കുഞ്ഞു സ്റ്റഡ്. പിന്നെ എൻ്റെ അടുത്ത് വേറെ മറ്റേ കുറെ നമ്മുടെ ഇതിൻ്റെ അസൈൻമെന്റ് പിന്ന് ഈ സാധനങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മിഠായി ആണ്. ഇതെനിക്ക് ഉണ്ണിമോളും പൊന്നും കൂടി രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നതാണ്. ഉണ്ണിമോളെയും പൊന്നിനെയും കാണാത്തവർക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം, അവർ രണ്ടുപേരെയും കൂടി. അപ്പം അവരായിട്ടുള്ള ഫോട്ടോ കുറേ ഉണ്ടെന്ന് എൻ്റെ നിഗമനം. അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മുടെ ഉണ്ണിമോളും പൊന്നും രാവിലെ തന്നെ സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാലക്സിയാണ്. ഇത് നമ്മുടെ മെൽട്ടസ് അച്ഛൻ മേടിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് മെൽട്ടസ് അച്ഛൻ കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് തന്നതാണ് നമ്മുടെ ഗാലക്സി. ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ ഞാൻ തിന്നണമായിരിക്കും. ചില ആൾക്കാരൊക്കെ ഇപ്പം ചോക്ലേറ്റ് ഒക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ക്യാമറയുടെ പുറകിലൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചൊക്കെ തരാം. അങ്ങനെ ഗൈസ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊന്തയാണ്. ഇതെനിക്ക് മാക്സിൻ്റെ തന്നാണ്. അപ്പം മാക്സിൻ്റെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിൽ ഇവരെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരുടെയും ഫോട്ടോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സി ആൻറ്റി. അപ്പോൾ മാക്സി ആൻറ്റി എനിക്ക് കൊന്തയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്നെ അറിഞ്ഞ് തന്ന എൻ്റെ പൂർണ്ണനെ ഞാൻ
കാണിച്ചു തരാം. ഇത് പൂർണ്ണ എനിക്ക് വേണ്ടി തന്ന കോലുമിഠായി. ഇതിന്റെ കൂടെ കുറച്ചുകൂടി കോലുമിഠായി ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ദിവസമായ നമ്മളെ തിന്നൊക്കെ തീർന്നു. പിന്നെ ഒരു കമ്മല് ഞാൻ ഇങ്ങനത്തെ കമ്മല് ഇടത്തില്ല, എന്നാലും ഞാൻ ഇനി തൊട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നോട് ഇടണമെന്ന് പറഞ്ഞാണ് എനിക്ക് സാധനം തന്നത്. പിന്നെ ഞാൻ ഇപ്പൊ പൂർണ്ണനെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ പൂർണ്ണ. നമ്മുടെ പെരാസ്തലി വീഡിയോയിലൊക്കെ ഉണ്ട്, കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ പൂർണ്ണ തന്ന ഗിഫ്റ്റാണ്. പിന്നെ ഇനി ഞാൻ തീർന്നു പോയ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. മഞ്ച് എനിക്ക് എൻ്റെ ആൻഡ്രിമ തന്നതാണ്. കുറച്ചധികം മഞ്ചുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ദിവസം ആയത് കൊണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ ഞാൻ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രിമേനെ പിന്നെ അറിയാമല്ലോ, എൻ്റെ മിക്ക വീഡിയോസിലും അവളുണ്ടായിരുന്നു. നമ്മുടെ പെരാസ്തലിയുടെ വീട്ടിൽ ഫുൾ അവളുണ്ടായിരുന്നു. ഇതാണ് ആ വ്യക്തി, സുന്ദരിയായ വ്യക്തി അല്ലേടി. കാണുന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഗിഫ്റ്റ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബർത്ത്ഡേ കേക്കാണ്. നമുക്ക് ബർത്ത്ഡേ കേക്കും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആശമ്മയുടെ അപ്പനും അമ്മയും അതായത് നമ്മുടെ ഓയപ്പയും റിയാമ്മയും കൂടി ഗിഫ്റ്റ് തന്നാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. എല്ലാവരും നമ്മുടെ ബർത്ത്ഡേ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് ചെയ്ത് തന്നത് നമ്മുടെ ഇവിടെയുള്ള ഒരു ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഒരു ഹോം മേക്കറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അപ്പം നമ്മൾ ആൻറ്റിയുടെ അടുത്താണ് നമ്മൾ ഇപ്രാവശ്യം കേക്ക് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ എനിക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ എന്താണ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി ഇതെല്ലാം ഞാൻ മടക്കി വെച്ചിട്ട് ഇനി ഞാൻ കിടന്ന് ഉറങ്ങണം. നല്ല രാത്രി ആയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണം. 10-11 മണിയായി. എന്നാലും ഞാൻ ഇന്ന് എടുത്തിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് വെച്ചത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് എനിക്ക് കിട്ടിയ വേറൊരു ഗിഫ്റ്റാണ്. സ്പ്രേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ സ്പ്രേയുടെ ഒരു ക്രേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തങ്കച്ചാപ്പ എനിക്ക് തന്ന സ്പ്രേ ആണ്. ഇതിൻ്റെ കണ്ട അത്ര ആക്കി ഞാൻ അടിച്ചടിച്ച് ഇത്രയും ദിവസമായില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോന്നെടുത്ത കുറച്ച് ഡ്രസ്സ് വേഗം കാണിക്കാം. നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ എടുത്തതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കേക്ക് മുറിച്ചപ്പോൾ ഇട്ട ഡ്രസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ 2 ചിറകൊക്കെയുള്ള പറന്ന് നടക്കാനായിട്ട് വേഗം പപ്പ മേടിച്ചതെന്നാണ്. വേഗം ഞാൻ കാണിച്ചു തരല്ല. പിന്നെ ഇത് ഞാൻ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ സ്കൂളിൽ ഇട്ടിട്ട് പോയതാണ്. ഇതിൻ്റെ പരിപ്പിളക്കി ഞാൻ കഴുകി വെച്ചതാണ്. ഇനി എന്തായാലും ഇത് ഇനി എല്ലാ ട്രിപ്പൊക്കെ പോകുമ്പോഴും ഞാൻ പുറത്തിറക്കുള്ളൂ. നെക്സ്റ്റ് ഇനിയുണ്ട് ഒരു നീലിങ്സ് വരെയുള്ള ഒരു ഇതേപോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പാണത്. ഇതൊക്കെ നമ്മുടെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത ട്രിപ്പിൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഒരു ഷർട്ടാണ്, ഒരു ബാഗി ഷർട്ട് മോഡല്. ഇതൊക്കെ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എടുത്തതാണ്. പിന്നെ ലാസ്റ്റായിട്ട് കിട്ടിയായി നമ്മുടെ സ്പ്രേ. ഇതും ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്പ്രേയുടെ ക്രേസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതും ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.